പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് മുതലപ്പുഴയിലും അഞ്ചുതെങ്ങിലും ശക്തമായ തിരമാല. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് രാത്രി തന്നെ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് 3 വീടുകളിലാണ് കടൽ ജലം ഇരച്ചു കയറിയത്. ഇപ്പോൾ നമ്മളുള്ളത് ഈ രാവിലെയുള്ള തിരയടിയിൽ തകർന്ന വീടിന് മുന്നിലാണ്. ഇവിടുത്തെ വീട്ടമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് എത്ര മണിക്കായിരുന്നു ഈ വീടിൽ ഇങ്ങനെ വെള്ളം കയറിയത്? രാവിലെ ഒരു 7:30 മണിയായിരുന്നു. നമ്മൾ പള്ളിയിൽ പോണ സമയത്തിലാണ്. അപ്പോൾ മെമ്പർ വന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടലൊക്കെ കയറുന്നുണ്ട്, ഞാൻ നോക്കാൻ വന്നെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ സംസാരിച്ചിട്ട് ഇവിടെ വെളിയിൽ നിൽക്കവെയാണ് അന്നേരം കടലടിച്ച് ഇതവിടെ ഇടിഞ്ഞ് ഇങ്ങോട്ട് വന്ന് റോഡ് ഇവിടെ നിന്ന് കയറി റോഡ് ക്രോസായി വന്ന് കടൽ. വളരെ ഈ തിര കയറിയപ്പോ തന്നെ വീട് പൊളിഞ്ഞു, അതോ കുറെ കഴിഞ്ഞിട്ടാണ്? ഇല്ല, അന്നേരം തന്നെ ഇടിച്ച് ഇതായി വന്നു. പിന്നെ ആകുമ്പോഴാണ് കുറച്ചുകൂടെ ഇതായി വന്നത്. ഈ പൊളിഞ്ഞു കിടക്കുന്നത് ആ ഭാഗത്തുള്ള കട്ടയാണല്ലേ? അതാണ്. അടിയിൽ മണ്ണൊന്നും ഇല്ല, അടിഭാഗത്തൊന്നും മണ്ണെല്ലാം പോയി. ഇവിടെ ആരൊക്കെ താമസിച്ചിട്ടുണ്ട്? ഇവിടെ ഞാൻ, ഹസ്ബൻഡ്, 2 പിള്ളേർ. അവരൊക്കെ എങ്ങോട്ട് പോയി? ഹസ്ബൻഡ് അതുകൊണ്ട് പിള്ളേർ 2 പേര് അമ്മയുടെ അവിടെ ആക്കിയിട്ടുണ്ട്. രാത്രി കടലാക്രമണം ഉള്ളോന്ന് അറിഞ്ഞുകൊണ്ട് പിള്ളേരെ ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ 2 പേരാണ്. സാധനങ്ങൾ ഉള്ളോണ്ട് നമ്മളിത് തുറന്നു കിടക്കുമ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ 2 പേരും ഇവിടെ സ്റ്റേ ചെയ്തത്. പിള്ളേരെ അവിടെ ആക്കിയാണ്. ഇത് നേരത്തെ ഇങ്ങനെ ഈ കടലാക്രമണം വരുമ്പോൾ വീട്ടിൽ കർക്കിടക സമയം ആകുമ്പോഴൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. അന്നേരം നമ്മൾ ഇതേപോലെ വൃത്തിയാക്കും. പിന്നെ വേറെ വീടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണ്. അപ്പൊ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ പേരിൽ സ്ഥലം മേടിച്ചു കൊടുത്തായിരുന്നു. അതിലാണ് ഇപ്പൊ ഭവനം വെച്ചിട്ടിരിക്കുന്നത്, ഫിഷറീസ് വഴി 4 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ. പക്ഷെ അവിടെ 2 കെടു പൈസ കിട്ടി, ഇനി ബെൻഡിങ്ങിൽ കിടക്കുകയാണ്. അതുകൊണ്ട് വീട് പണി പൂർത്തിയാകാതിരിക്കുകയാണ്. നമുക്ക് വേറെ താമസിക്കാനും വേറെ വീടില്ല. മറ്റൊരിടത്ത് ഇങ്ങനെ വീടിന്റെ പണി നടക്കുന്നുണ്ട്, പൂർത്തിയായിട്ടില്ല. ഇവിടെ ഈ മറ്റു വീടുകളിലൊക്കെ വെള്ളം കയറുന്നുണ്ടല്ലോ, അവരൊക്കെ ബുദ്ധിമുട്ടിലാണോ? ഇവിടെ അപ്പുറത്ത് ഒരു വീടുണ്ട്, അവിടെയും കയറുന്നുണ്ട്. പിന്നെ മുഖ്യ വീടുകളും ഇവിടുന്ന് താമസം മാറിയ വീടുകളാണ്. ഇതിപ്പം ആരെങ്കിലും ഒക്കെ വന്ന് നോക്കിയായിരുന്നോ? നമ്മള് ഇവിടുത്തെ വാർഡ് മെമ്പർ മാത്രം വന്നായിരുന്നു. പിന്നെ ഇതേപോലെ ന്യൂസിൽ നിന്ന് ആൾക്കാർ വന്നായിരുന്നു 2 പേര്. ഈ കള്ളക്കടല് സാധാരണ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഇത്രയും ഇങ്ങനെ വീട്ടിൽ കയറാറുണ്ട്? അത് ഈ മഴക്കാലത്ത് പ്രാവശ്യം കള്ളക്കടൽ വന്നപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു. അന്നേരമാണ് ആ ജനലൊക്കെ പൊട്ടിപ്പോയത്. അതിനു മുമ്പ് കർക്കിടക സമയം വരുമായിരുന്നു. അന്നേരം അകത്തുകൂടെ ഇങ്ങനെ കയറി വരുമായിരുന്നു. കിച്ചന്റെ വാതിൽ നിന്ന് വന്നിട്ട് ഫ്രണ്ട് വരെ വരുമായിരുന്നു. അങ്ങനെ മൊത്തം നിറയും. എന്നിട്ട് 2-3 ദിവസം, ഒരാഴ്ച, ചിലപ്പോൾ ഒരാഴ്ച കാണും. അന്നേരം നമ്മൾ വൃത്തിയാക്കിയിട്ടിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ഈ കള്ളക്കടല് നേരത്തെ ഇങ്ങനെ എപ്പോഴും എല്ലാ വർഷവും ഉണ്ടാവാറില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന പ്രതിഭാസമാണ് ഈ കള്ളക്കടലെന്ന് ഇത് പേര് കൂടുതലായിട്ട് വരുന്നത്. നേരത്തെ പൊഴിയൂരും പൂവാറും ഒക്കെ നേരത്തെ വരികയും ചെയ്തു, നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സാധനങ്ങളൊക്കെ മാറ്റിയോ? സാധനങ്ങൾ റോഡിന്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. വീടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ വെളിയിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ നിലയ്ക്കാണ് മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രതിസന്ധി. കള്ളക്കടൽ പ്രതിഭാസം ജാഗ്രതാ നിർദ്ദേശം അതേപടി നിലനിൽക്കുന്നുണ്ട്. റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും അത് മാറ്റി ഓറഞ്ച് അലർട്ടാക്കിയിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ശക്തമായ തിരയടിയുണ്ട്. ഇന്ന് രാത്രി വരെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. മത്സ്യബന്ധന യാനങ്ങൾ ഉൾപ്പെടെയുള്ളവ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ മത്സ്യബന്ധന ഉപകരണങ്ങൾ അതെല്ലാം സുരക്ഷിതമായി വെക്കണമെന്ന ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. ഇന്ന് രാത്രി 10:30 വരെ അതിശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. 1.5 മീറ്റർ ഉയരത്തിൽ വരെ തിര ഉണ്ടാകാമെന്ന മുന്നറിയിപ്പാണുള്ളത്. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. അതാണ് തിരുവനന്തപുരത്തെ സാഹചര്യം. ഇനി എറണാകുളം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കൊച്ചിയുടെ തീരമേഖലകളിലും ജാഗ്രത തുടരുകയാണ്. ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഉൾപ്പെടെ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്നുള്ള മുന്നറിയിപ്പ് അത് എല്ലായിടത്തും തന്നെ നൽകിയിട്ടുണ്ട്. എല്ലായിടത്തും ജാഗ്രത പാലിക്കുന്നു. കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ച് പരിസരത്താണുള്ളത്. ഇവിടെ സാധാരണഗതിയിൽ ഈ സമയത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ തിരമാലകൾ ഉണ്ട് എന്നാണ് ഇവിടെ എത്തുന്നവർ പറയുന്നത്, പരിസരത്തുള്ളവർ പറയുന്നത്. പോലീസിന്റെ ഒരു ജാഗ്രത ഇന്നലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. അവർ പെട്രോളിംഗ് ജീപ്പ് അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടേക്ക് ആളുകൾ ഇതിലേക്ക് തീരത്തേക്ക് കൂടുതലായിട്ട് തിരകളിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് കാണുന്നതിനേക്കാളും കൂടുതൽ തിരമാലകൾ ഇവിടേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും
അതിൽ ഒരു മുന്നറിയിപ്പ് സംവിധാനം എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. ഈ തീരമേഖലയിൽ പൊതുവെ തന്നെയും ഒരു ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് അവരോട് ഇവിടേക്ക് എത്തുന്നവരോടെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങളടക്കം നൽകുന്നത്. ഫോർട്ട് കൊച്ചി ആയതുകൊണ്ട് തന്നെ വിനോദ സഞ്ചാര ഒരു മേഖല കൂടിയാണ്. നമുക്കൊപ്പം ഫോർട്ട് കൊച്ചിയിൽ ഇവിടെ ലൈഫ് ഗാർഡായി നോക്കുന്ന പേരെങ്ങനെയാണ്? സർജൻ. സാധാരണഗതിയിലും ഒരു തിര കൂടുന്ന ഒരു അവസ്ഥയാണോ? എന്താ തോന്നുന്നത്? ഇപ്പൊ ലോ ടൈഡാണ്. ഇപ്പൊ ഹൈ ടൈഡ് 6:12 വൈകുന്നേരം 6:12. സാധാരണഗതിയിൽ ഈ സമയത്ത് കാണുന്നതിനേക്കാൾ ഒരു തിരമാല തെരച്ചിൽ കൂടുതലാണ്. എന്താണ് നമ്മൾക്കെന്ന നിർദ്ദേശം എങ്ങനെയാണ്? ഇന്ന് തന്ന ഈ കള്ളക്കടൽ പ്രതിഭാസമൊക്കെ ആയതുകൊണ്ട് പോലീസിന്റെ ഒരു ജാഗ്രതയുണ്ട് തീർച്ചയായും. ഇവിടേക്ക് ഇറങ്ങരുതെന്നുള്ള ഉണ്ട്. അവർക്ക് മാറി നിൽക്കാൻ ഇന്നിപ്പോ ബീച്ച് ക്ലോസ് ചെയ്തിരിക്കണം. ഇറങ്ങാൻ പാടില്ല. എത്ര സമയം വരെ ഇതിന്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ട്? ഇവിടെ നാളെ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ ആളുകളെ ഒന്നും ഇവിടെ നിർത്താതെ നോക്കുവാണോ? ഓക്കെ നേരെ അടിച്ചു കയറുന്നുണ്ട്, ശക്തിയായിട്ട് അടിച്ചു കയറുന്നുണ്ട്. അവരെ ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്, ഇപ്പൊ ബാക്കിലേക്ക് മാറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഒരു മുന്നറിയിപ്പ് അടക്കമുള്ള ഒരു കാര്യങ്ങളിലെല്ലാം നിന്ന് പോകുന്നു. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ, കൊച്ചിയുടെ തീരമേഖലയിൽ നിരവധിയായ മത്സ്യത്തൊഴിലാളികൾ അടക്കമുണ്ട്. അവർക്കെല്ലാം ഈ മുന്നറിയിപ്പ് ബാധകമാണ്. അവരോട് മീൻപിടുത്തത്തിന് പോകുന്നതിനടക്കം ഒപ്പം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാഗ്രതയോടുകൂടി തന്നെ കടന്നു പോകണം എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും കൊച്ചിയിൽ ഇതാണ് ഒരു അവസ്ഥ. അതോടൊപ്പം തന്നെ ചെല്ലാനം, വൈപ്പിൻ മേഖലകളിലാണ് കൂടുതലായും തന്നെയും തീരമേഖലകളുള്ളത്. മീൻപിടുത്തക്കാർ, മത്സ്യത്തൊഴിലാളികൾ കൂടുതലായുമുള്ള ഒരു പ്രദേശമെല്ലാം തന്നെ ഇവിടെയാണ്. ഹാർബറുകൾ ഇവിടെയാണ്. ഇവിടങ്ങളെല്ലാം തന്നെ അങ്ങനെയൊരു നിയന്ത്രണത്തിലും കടുത്ത മാർഗനിർദ്ദേശങ്ങൾക്കും അനുസരിച്ചുമാണ് ഈ സമയം കടന്നുപോകുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തൃശൂർ കൊടുങ്ങല്ലൂരിലെ തീരപ്രദേശങ്ങളിലും കടൽ കയറി. ചന്തക്കടപ്പുറം, കാര അറപ്പക്കടവ്, പുതിയ റോഡ്, പെരിഞ്ഞനം സമിതി ബീച്ച് എന്നിവിടങ്ങളിലാണ് കടൽ കടന്നത്. രാത്രി 7:30യോടെയാണ് കള്ളക്കടൽ പ്രകടമായി തുടങ്ങിയത്. മുന്നറിയിപ്പിനെ തുടർന്ന് മത്സ്യബന്ധന ഉപകരണങ്ങളും വള്ളങ്ങളും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതിനാൽ വൻ നഷ്ടം ഒഴിവായി.